ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് കാണിക്കാം. എനിക്ക് രണ്ട് വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മണി പലഹാരം എങ്ങനെയാണ് എത്ര എളുപ്പത്തിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ബജി ഉണ്ടാക്കാൻ മുട്ട വെച്ചിട്ടുണ്ട്, പൊരി ഉണ്ടാക്കാൻ പഴം വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വെങ്കായ ബജി ഉണ്ടാക്കാൻ സബോള അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ഐറ്റംസാണ് ചെയ്യുന്നത്. കുട്ടികളാണ് വന്നിരിക്കുന്നത്, അത് കാരണം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം മുട്ട ബജി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബജി മാവ് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ചൂടായ മാവിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ട് നമ്മൾ അതിലിട്ട മുട്ട ബജി. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കണ സ്നാക്സ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ തീരെ വയ്യാണ്ട് കിടക്കായിരുന്നു. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ, അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുട്ട ബജി ആദ്യം ഉണ്ടാക്കണം. ഈ അടുപ്പ് മുമ്പൊക്കെ പഴം പൊരിക്കുക. നേരായി കാരനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് പോവാൻ നേരായി. മുട്ട ബജിയായി. നമുക്ക് ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കാം. ബജി മാവ് എല്ലാം ഉണ്ടായില്ല അതിൽ നല്ലോണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിച്ചിട്ട് അത് മാവൊന്നും കലക്കണത് കാണിക്കാത്തത്. കുറച്ച് കടലമാവ്, കുറച്ച് അരിപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. കായപ്പൊടി ഇത്തിരി അധികം ചേർക്കണം, നല്ല ഗ്യാസാണ്.
ബജി നല്ല കറക്റ്റാ വന്നിട്ടുണ്ട്. ഇത് വലുതാക്കിയിട്ട് കാണിക്കാൻ നേരെ ഇല്ലാത്തോണ്ടാട്ടാ. എൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞത് 2 കുട്ടികളാ. അപ്പൊ അവർക്ക് പോവാൻ നേരമായി എന്ന് പറയണേ. അപ്പൊ വേഗം പെട്ടെന്ന് കാണിക്കുക. അവസാനം ഉണ്ടാക്കാറുണ്ട്. അവസാനം സബോള കൊണ്ട് അവസാനം വന്ന മാവിൽ സബോള ഇട്ടിട്ട് പക്കോട, വെങ്കായ പക്കോട എന്ന് പറയട്ടാ. അത് കഴിഞ്ഞിട്ട് ഇത് വാരിയിടാം. എന്നിട്ട് പഴം പൊരിക്കാം. ഇതിവിടെ ആവട്ടെ കേട്ടോ. നമുക്ക് ഈ നേരത്ത് ഇത് പഴം പൊരി ഉണ്ടാക്കാം. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കണില്ല, പിള്ളേർക്കുള്ളത് മാത്രം. നമ്മളെ പ്രഷറുകാർക്ക് അധികം കഴിക്കാനൊന്നും പാടില്ല. ഇപ്പം മാവ് അധികം ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയേ പറ്റും. പൊട്ടിച്ചെറി ഉണ്ടാവുന്നുണ്ട്, വെള്ളമായിട്ട് തോന്നുന്നു. വെള്ളം അധികമായി മാറി. ഇതായില്ല. രണ്ട് തരം ബജ്ജി ഉണ്ടാക്കി. ഒരു തരം കൂടി ഉണ്ടാക്കണം. ഇതൊരു പണിയില്ല. ഇതിങ്ങനെ കുറച്ച് കുറച്ച് വാരിയിട വേണ്ട. ഇത്തിരി മാവ് കുറവാ. മാവ് പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ എളുപ്പത്തിൽ ചെയ്യുന്ന പണികളാട്ടാ. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആരെങ്കിലും വന്നാൽ ഉണ്ടാക്കണ പലഹാരങ്ങളാണ്. ഉണ്ടാക്കണ 4 മണി പലഹാരമാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടാ. ചിലപ്പോൾ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ.
അങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം. തിരിച്ചിടാട്ട നമുക്ക് ഒരു ഭാഗം വന്നിട്ടുണ്ട്. 10 മിനിറ്റിന്റെ പണിയുള്ള അത്രയും ചെയ്യാണ്ട. പക്ഷെ മാവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്ന ഇതിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതില് വെള്ളം അധികമായി തോന്നുന്നുണ്ട്. പഴംപൊരി ഫ്ലോപ്പാ. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തിട്ടേ മധുരമുള്ളതൊന്നും കൊടുക്കാണ്ട് പിള്ളേരിനെ വിടാൻ പറ്റില്ല വിചാരിച്ചു. മോള് ഇങ്ങോട്ട് പാടി വാ. അവിടെ ഇതാണ് നിങ്ങൾക്ക് വന്ന ഗസ്റ്റ് കുട്ടി, എൻ്റെ ചേട്ടൻ്റെ പേരക്കുട്ടിയാ. മോള് +1 പഠിക്കണേ. നാളെ സ്കൂളുണ്ടാ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട്. ചോറിനൊക്കെ കഴിക്കാം. സാമ്പാർ വെച്ചിട്ടേ ഈ വെങ്കായ പപ്പടം വെച്ചിട്ട് കഴിച്ച സൂപ്പറാണോ. ചോറ് എങ്ങനെ വയറ്റിൽ പോണെന്ന് അറിയില്ല, അത്ര നല്ല ടേസ്റ്റാ. ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ചെയ്തൊക്കെ ഒന്നുമില്ല. ബജിക്ക് ഉണ്ടാക്കണ മാവ് ഒരുക്കുക, ഇതുമാതിരി ഇത് ഉണ്ടാക്കിയിട്ട് അവസാനത്തെ ബാക്കി വരുന്ന മാവില്ലേ അതിൽ 2 സബോള അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കണം. അത്ര പണിയാണ്. ഉരുളങ്ങളൊക്കെ ഉണ്ടാക്കണം ചെയ്യാൻ. കയ്യിൽ നീരിട്ട് വരും. പഴംപൊരി ഡാഡി ചീത്ത പറഞ്ഞല്ലേ പറയാ ആൻറ്റി പലഹാരം ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അതെങ്ങനെ തിന്നാണ്ട് വരി ഞങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതാണ് ആരെങ്കിലും വീട്ടിലെ ഗസ്റ്റ് പെട്ടെന്ന് വന്ന
ഉണ്ടാക്കാൻ പറ്റിയ പലഹാരങ്ങൾ. ഞാൻ 10 മിനിറ്റ് 15 മിനിറ്റിന് മേലെ എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കാൻ. കണ്ടില്ലേ, മുട്ട ബജി, ഉരുളക്കിഴങ്ങ് ബജി, വെങ്കായ പക്കോട, സബോള വെങ്കായ സബോള, തമിഴാണ് വെങ്കായം, പഴം ബജി, ഇത്ര ഐറ്റംസ് 15 മിനിറ്റിൽ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാട്ടാ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ഞാനിത് കഷ്ടപ്പെട്ട് എടുക്കുന്നതാ, എന്നിട്ടും ഒന്നും റീച്ച് ആവണില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കണതായതുകൊണ്ട് എല്ലാവരും ഇത് കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.